ഇപ്പോൾ രണ്ട് കപ്പിൾസ് വിചാരിക്കുക, അവർക്ക് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അവരുടെ മാരേജിൻ്റെ ഒരു പോയിന്റിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് അവർ പിരിയാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ കുട്ടികളുടെ അടുത്ത് എപ്പോഴായിരിക്കും ഇത് കറക്റ്റ് ടൈം ഇതിനെക്കുറിച്ച് പറയാനും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പറയുക, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരുമോ? കുട്ടികൾ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു 18 വയസ്സാണ് സാധാരണ കുട്ടികളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു പോയിന്റോ ടൈമോ ഒന്നുമില്ല. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു പോയിന്റ് എത്തും. ആ സമയത്ത് കുട്ടികളുടെ പ്രായം വളരെ ചെറിയ കുട്ടികളാണ് എങ്കിൽ അവർക്ക് അവരുടെ അടുത്ത് പോയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവാനൊന്നുമില്ല. അവർക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കേസുകളിൽ അവർ പോലും അറിയാതെ കുട്ടികൾ അതിനോട്ട് വലിച്ചിടുന്നുണ്ട്. മക്കളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് പറയും. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണ്, ഇപ്പം നാസറി കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ വളരെ ഇൻഫൻ്റ് ആയിട്ടുള്ള ഒരു 5ാം ക്ലാസ്സിനൊക്കെ താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കളിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോൾ വലിയ ഇവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കാനായിരിക്കും നല്ലത്. എന്നാൽ പോയിസൺ ചെയ്യുകയും ചെയ്യരുത്. ഇനി അമ്മോനെ അച്ഛൻ ഇങ്ങനെ ചെയ്തു, അമ്മ ഇങ്ങനെ ചെയ്തു, അമ്മ അതാണ് ഇതാണെന്നൊന്നും പറയണ്ട. അവർക്ക് വന്നിട്ട് രണ്ടുപേരും എന്തായാലും ഫിസിക്കലി സെപ്പറേറ്റ് ആവുള്ളൂ. ഈസിലി അക്സസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. എന്നുവെച്ചാൽ അച്ഛൻ വന്ന് കാണാനും അച്ഛൻ്റെ കൂടെ വിടാനും അതേപോലെ അമ്മയ്ക്ക് വന്ന് കാണാനും അങ്ങനെ ഇരിക്കുക. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് വേണമെങ്കിൽ കുഞ്ഞുങ്ങളെങ്ങനെ ക്യാരി ചെയ്യണമെന്ന് നോക്കിയതിന് ശേഷം അവരുടെ അടുത്ത് റിവീൽ ചെയ്തിട്ട് നിങ്ങളുടെ മാരിറ്റൽ ഡിസ്പ്യൂട്ട് ഒന്നും അവിടെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ അച്ഛൻ ചെയ്തുകൊണ്ടാണ് അമ്മ ഡിവോഴ്സ് ആയത്, അല്ലെങ്കിൽ നിൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഡിവോഴ്സ് ആയത്, അല്ലെങ്കിൽ ഈ ഇഷ്യൂസ് ആണെന്നൊന്നും കേൾക്കാനൊന്നും പിള്ളേർക്ക് താല്പര്യമേ ഇല്ല. അവർക്ക് അവരുടെ അടുത്ത് അത് പറയുകയേ ചെയ്യരുത്. അവരോട് പറയേണ്ട ഒന്നേ ഉള്ളൂ, അത് നമുക്ക് പാരൻസിന് ഒരുമിച്ച് പോകാൻ പറ്റില്ല, അത് കാരണം നമ്മൾ സെപ്പറേറ്റായി വളരെ ലൈറ്റായിട്ട് പറയുക. അത് വലിയ മോനെ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അത്രയും ഭയങ്കര ഹെവി ആയിട്ട് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. വളരെ ലൈറ്റായിട്ട്, അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല. നിങ്ങൾക്ക് എന്താ നിങ്ങളുടേതായിട്ടുള്ള കരിയർ ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ മെൻ്റൽ ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്ത്, അതിന് അമ്മയും അച്ഛനും കൂടെ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കേണ്ടത്. അല്ല ഞങ്ങൾ സെപ്പറേറ്റ് ആയത് ഒരു വലിയ സംഭവമായിട്ടൊന്നും അവരോട് പറയേണ്ട ആവശ്യമില്ല. അവരുടെ വി ആർ സെപ്പറേറ്റഡ്. അതൊരു പോയിന്റ് എത്തിയ സമയത്ത് അല്ലേ അങ്ങനെയല്ലേ തോന്നുന്നു. നിൻ്റെ മക്കളെന്നുള്ള നിലയിൽ പറ, എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മുടെ അഫ്കോഴ്സ് ഏജ് ഡസ് മാറ്റർ. ഏതൊരു പോയിന്റിലാണ് അവർ പിരിയുന്നത് എന്നുള്ളത് മാറ്റർ ചെയ്യും. പിന്നെ എനിക്കൊരു കൊച്ചിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയാം, അഫ്കോഴ്സ് കുഞ്ഞു കൊച്ചായിരിക്കുന്ന സമയത്ത് അത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ പിരിയുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ കാര്യം. പിന്നെ ഇപ്പോൾ അച്ഛൻ്റെ ഇഷ്ടം അച്ഛൻ കുട്ടി അല്ലെങ്കിൽ അമ്മ കുട്ടി ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ഒരു ഡിസ്ട്രസ് ഉണ്ടാവും. ഫാമിലി ഭയങ്കര ഓറിയൻറ്റഡ് ആയി എന്തായാലും അങ്ങനത്തെ ഡിസ്ട്രസ് ഉണ്ടാവും. ആ ഒരു സമയത്ത് അമ്മ പറഞ്ഞ പോലെ ആ ഒരു മെൻ്റൽ ഇതുണ്ടാവില്ല അവർക്ക് മനസ്സിലാക്കാൻ എന്താ സംഭവിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനായിട്ട് എടുക്കേണ്ടത് പാരൻ്റാണ്. കുട്ടിയുടെ മാനസികാവസ്ഥ അവർ മനസ്സിലാക്കണം. കുഞ്ഞിനെ ട്രോമയിലോട്ട് തള്ളിവിടരുത്. അത് രണ്ടുപേരുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ നീ പറഞ്ഞ പോലെ ഒരു അച്ഛൻ കുട്ടിയാണെങ്കിൽ അച്ഛൻ അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മാനസിക സമ്മർദ്ദം കുട്ടിക്കുണ്ടാവും. അത് കാരണം ഫ്രീ ആയിട്ട് വിടുക. അമ്മ ഇപ്പോൾ ജോലിക്ക് പോകണ പോലെ മാറി നിൽക്കുക, കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നിട്ട് അച്ഛൻ വരും, അച്ഛനുമായിട്ട് എല്ലാ ഫോൺ സംസാരിക്കുക, സമ്മതിക്കുക. നിങ്ങൾ ചെയ്യുന്ന എന്താ പറയില്ലേ, കൊച്ചിനോട് അങ്ങനെ കാണിക്കുന്നത് ശരിക്കും ഹസ്ബൻഡിനോടുള്ള റിയാക്ഷൻ അല്ല, കൊച്ചിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്, അതിഭീകരമായ ഒരു ക്രൂരതയാണ് കുട്ടിയുടെ അടുത്ത് കാണിക്കുന്നത്. അച്ഛനിൽ നിന്ന് അകറ്റുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് അകറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ട്രോമയിലൂടെയൊന്നും ഒരിക്കലും ഒരു പാരൻസ് തള്ളിവിടരുത്. പിന്നെ ഡിപ്പെൻസ് ആണ് ഓരോ കുഞ്ഞുങ്ങളെ ഏത് രീതിയിലെടുക്കും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എപ്പോഴും പിള്ളേർ ഒരിക്കലും അവരാഗ്രഹിച്ചിട്ടല്ല നിങ്ങളെ മക്കളായിട്ട് ജനിച്ചത്. നിങ്ങളാണ് കുട്ടികളെ നമ്മുടെ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, പാരൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള മാനസിക ശാരീരിക വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കേണ്ടത്.